മോഹൻലാലും മുഖ്യമന്ത്രിയും ഒരുമിക്കുന്ന ഇരുവർ ഉടൻ പ്രദർശനത്തിന് ഉമ്മൻചാണ്ടി പയറ്റിയ തന്ത്രം പിണറായി കോപ്പിയടിച്ചെന്ന് പരിഹാസം. സർക്കാർ ജീവനക്കാർക്ക് അയച്ച സന്ദേശങ്ങളെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി. PR അതിരുവിടുന്നുവെന്നും സ്വകാര്യതയുടെ ലംഘനമെന്നും ആക്ഷേപം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാരിൻ്റേത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, വിവരങ്ങൾ ചോർത്തിയത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഇങ്ങനെയെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾക്ക് എന്താണ് സുരക്ഷ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെയാണ് സ്വകാര്യ വിവരങ്ങൾ കിട്ടുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു. സ്പാർക്കിലെ വിവരങ്ങൾ എങ്ങനെ കിട്ടി? ഈ വിവരങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുമോ എന്നും കോടതി ചോദിച്ചു. ഇത്തരത്തിൽ വിവരങ്ങൾ എടുക്കരുതെന്ന് മുൻകാല ഉത്തരവുകളുണ്ട്. അതിന്റെ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇനി ഇത്തരത്തിൽ സന്ദേശങ്ങൾ അയക്കുന്നത് വിലക്കി. വിഷയത്തിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം വിവരങ്ങൾ വ്യക്തമാക്കി നോട്ടീസിന് മറുപടി നൽകണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ തന്നെ ഡാറ്റ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. വ്യക്തിഗത സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചതിൽ വ്യക്തമായ വിശദീകരണം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിന്നാണ്, ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജുകൾ വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സന്ദേശങ്ങൾ അയക്കുന്നത് എന്നതുകൊണ്ട് മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പ്രചാരണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ഹർജിക്കാരുടെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാരും ഇതുപോലുള്ള സന്ദേശങ്ങൾ അയക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സർക്കാർ ജീവനക്കാർ, അധ്യാപകർ എന്നിവർക്ക് പുറമെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, സംരംഭകർ എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയിട്ടുള്ളത്. ഇവരുടെയൊക്കെ ഫോൺ നമ്പർ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്തിന്, എങ്ങനെ കൈമാറി എന്നതിൽ വ്യക്തതയില്ല. ജീവനക്കാരുടേതുൾപ്പെടെ സന്ദേശം ലഭിച്ച ആരുടെയും സമ്മതം വാങ്ങാതെയാണ് അവരുടെ ഫോൺ നമ്പർ അടക്കം എടുത്തതെന്ന വാദം ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം നീങ്ങവേ വ്യത്യസ്തമായ രീതിയിലുള്ള PR പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മോഹൻലാൽ അഭിമുഖം നടത്തുന്നതാണ് മറ്റൊരു വ്യത്യസ്തത. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അതീവ രഹസ്യമായാണ് അഭിമുഖം ചിത്രീകരിച്ചത്. ഇതിന്റെ ടീസർ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും പുറത്തുവിടുമെന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതം, രാഷ്ട്രീയ യാത്ര, സർക്കാരിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് അഭിമുഖത്തിൽ പ്രധാനമായും കടന്നുവരുന്നത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ വെച്ചാണ് ചിത്രീകരണം നടന്നത്. ഇതിനായി 2 ദിവസമാണ് മോഹൻലാൽ തിരുവനന്തപുരത്ത് ചെലവഴിച്ചത്. ആദ്യ ദിവസം അഭിമുഖത്തിൽ സംസാരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ് ചെയ്തത്. തുടർന്ന് അടുത്ത ദിവസമാണ് അഭിമുഖം ചിത്രീകരിച്ചത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെത്തിയ ശേഷമായിരുന്നു ചിത്രീകരണം. ക്ലിഫ് ഹൗസിൽ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് മോഹൻലാൽ ഈ പരിപാടിയുടെ ഭാഗമായതെന്നാണ് വിവരം. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധരാണ് ഇരുവർ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നാണ് സൂചന. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം വരും ദിവസങ്ങളിൽ പ്രമുഖ ചാനലുകളിലൂടെ സംപ്രേക്ഷണം ചെയ്യും. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും മോഹൻലാൽ അഭിമുഖം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സർക്കാർ വൻതോതിലുള്ള PR പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് ഈ അഭിമുഖം പുറത്തുവരുന്നത്. കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ താരം തന്നെ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യാനെത്തുന്നത് രാഷ്ട്രീയമായി വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനപ്രിയ താരമായ മോഹൻലാൽ ഉൾപ്പെട്ടതിനാൽ ഏത് രീതിയിലാകും ഇതിനെ പ്രതിപക്ഷം നേരിടുക എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കൗതുകം.